വേവ് മോഷൻ. ഒരു വേവ് ഒരു മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വിൽ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഓസിലേറ്റ് ചെയ്യും. ഇഫ് ദി പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം vibrates parallel to the direction of propagation, then the wave is said to be longitudinal, and the longitudinal waves propagate in the form of condensations or compressions and rarefactions. ഈ കണ്ടൻസേഷൻ അല്ലെങ്കിൽ കംപ്രഷൻ പറഞ്ഞാൽ മാക്സിമം പ്രഷർ റീജിയനാണ്. റെയർഫാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം പ്രഷർ റീജിയനാണ്. ഇഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ്സ് perpendicular to the direction of propagation, then the wave is said to be transverse. Transverse waves propagate in the form of crests and troughs. Crest പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ട്രഫ് എന്ന് പറഞ്ഞാൽ മിനിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതിൽ ഇപ്പോൾ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദിസ് ഈസ് ദ ഡിറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. അതിൽ ഇനി പാർട്ടിക്കിൾസ് ഓഫ് ദി മീഡിയം suppose particles of the medium vibrate like this, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക വിചാരിക്കുക. മീൻസ് ഇറ്റ് ഈസ് along the direction of propagation. അങ്ങനെയുള്ള വേവ്സിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് പറയുക. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നോക്കൂ, ഇത് മാക്സിമം പ്രഷർ റീജിയനാണ്. ഓക്കെ, ദിസ് ഈസ് മാക്സിമം പ്രഷർ റീജിയൻ. പിന്നെ ഇത് മിനിമം പ്രഷർ റീജിയൻ. ഓക്കെ, പിന്നെ വീണ്ടും മാക്സിമം പ്രഷർ റീജിയൻ. ഓക്കെ, പിന്നെ വീണ്ടും മിനിമം പ്രഷർ റീജിയൻ. ഓക്കെ, പിന്നെ വീണ്ടും മാക്സിമം പ്രഷർ റീജിയൻ. ഈ മാക്സിമം പ്രഷർ റീജിയനാണ് നമ്മൾ കംപ്രഷൻ അല്ലെങ്കിൽ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കംപ്രഷൻ അല്ലെങ്കിൽ കണ്ടൻസേഷൻ. ഓക്കെ, ഇത് റെയർ ഫാക്ഷനാണ്. റെയർ ഫാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം പ്രഷർ റീജിയൻ. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ, ഇപ്പോൾ എയറിലൂടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ റീജിയൻ മാത്രം നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കംപ്രഷനാണ്. അടുത്ത ഹാഫ് സൈക്കിളിൽ ഇവിടെ റെയർ ഫാക്ഷൻ വരും. ഈ കംപ്രഷൻ പറഞ്ഞാൽ എയർ ഇങ്ങനെ കംപ്രസ്ഡ് ആവും. റെയർ ഫാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ റെയർ ഫാക്ഷൻ എന്നാണ് പറയുന്നത്. റെയർ ഫാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഗെറ്റ്സ് എക്സ്പാൻഡഡ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ റെയർ ഫാക്ഷനാണ്. അടുത്ത ഹാഫ് സൈക്കിളിൽ അവിടെ കംപ്രഷൻ വരും. ഓക്കെ, അപ്പോൾ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഇങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക ഇൻ ദ ഫോം ഓഫ് കംപ്രഷൻസ് ആൻഡ് റെയർ ഫാക്ഷൻസ്. ഇനി ഇപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ വേവ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാണ്. ട്രാൻസ്വേഴ്സ് വേവ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പാർട്ടിക്കിൾ ഇതേ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. അതായത് പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. സച്ച് വേവ്സ് ആർ കോൾഡ് ട്രാൻസ്വേഴ്സ് വേവ്സ്. ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ് പ്രൊപ്പഗേറ്റ് in the form of, ഇതാണ് crust, ഇതാണ് trough, propagates in the form of crusts and troughs. Reflection, refraction, interference, diffraction, ഈ 4 ഫെനോമിന എല്ലാ വേവ്സും എക്സിബിറ്റ് ചെയ്യും. പിന്നെ അഞ്ചാമതൊരു ഫെനോമിനൻ ഉള്ളത് പോളറൈസേഷനാണ്. പോളറൈസേഷൻ ഈസ് എക്സിബിറ്റഡ് ഓൺലി ബൈ ദി ട്രാൻസ്വേഴ്സ് വേവ്സ്. നമുക്ക് ഈ വേവ്സിനെ 2 വിധത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒരു വിധത്തിൽ ക്ലാസിഫൈ ചെയ്യുമ്പോഴാണ് ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനലും ട്രാൻസ്വേഴ്സും ഉള്ളത്. അനദർ വേ ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ആൻഡ് മെക്കാനിക്കൽ. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ സച്ച് വേവ്സ് ക്യാൻ പ്രൊപ്പഗേറ്റ് ത്രൂ വാക്വം. മീൻസ് ഫോർ ദെയർ പ്രൊപ്പഗേഷൻ ദ പ്രസൻസ് ഓഫ് എ മെറ്റീരിയൽ മീഡിയം ഈസ് നോട്ട് നെസസറി. അതായത് ലൈറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്, വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. മെക്കാനിക്കൽ വേവ്സ് cannot travel through vacuum. For their propagation, the presence of a material medium is necessary. സൗണ്ട് ഒരു മെക്കാനിക്കൽ വേവാണ്. അതിന് മീഡിയത്തിലൂടെ മാത്രമേ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റൂ, വാക്വത്തിലൂടെ പറ്റില്ല. ഇനി എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും ട്രാൻസ്വേഴ്സാണ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ ട്രാൻസ്വേഴ്സ് ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന ക്ലാസിഫിക്കേഷൻ ഇല്ല. എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും ട്രാൻസ്വേഴ്സാണ്. മെക്കാനിക്കൽ വേവ്സിൽ ട്രാൻസ്വേഴ്സുമുണ്ട്, അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനലുമുണ്ട്. നമ്മൾ ഒരു വേവ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു പിക്ചർ ഇതാണ്. ഇങ്ങനെ
ഒരു വേവ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു പിക്ചർ ഇതൊരു വേവിൻ്റെ എന്താണ്? ഒരു വേവ് ഒരു മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വിൽ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ വേവിൻ്റെ വിശേഷങ്ങളായിട്ട് പറയുന്നത്. ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഫ്രീക്വൻസിയാണ് വേവിൻ്റെ ഫ്രീക്വൻസി. ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ പീരിയഡാണ് വേവിൻ്റെ പീരിയഡ്. ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷനാണ് വേവിൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ നമ്മൾ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ, ആ മോഷൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ആ മോഷനിലുള്ള പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എഴുതുക, അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതുക. അതാണ് നമ്മൾ ആ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ നമ്മളൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ പറഞ്ഞാൽ ആ സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ മതി. ഒരു വേവ് ഒരു മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വിൽ എക്സിക്യൂട്ട് SHM. ആ SHMൻ്റെ ഇക്വേഷനാണ് വേവിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് വേവിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞ് തരുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ ആകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വേവ് ഒരു മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വിൽ എക്സിക്യൂട്ട് SHM. ആ SHMൻ്റെ ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ യൂഷ്വലി നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഇതാണ് ഒരു വേവ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പിക്ചർ. ആദ്യം ഇത് വേവിൻ്റെ ഈ പറഞ്ഞ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണിത്. അപ്പോൾ നമ്മൾ ഒരു വേവിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ കാണിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വേവ് ഒരു മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വിൽ എക്സിക്യൂട്ട് SHM. ആ SHM എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണിത്. ഓക്കെ, അതായത് ഇപ്പോൾ നോക്കൂ, വേവ് ഇങ്ങനെ അങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് വിചാരിച്ചു. അപ്പോൾ വേവ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതേ ഇങ്ങനെ പോയി ഡിസ്പ്ലേസ്മെൻറ്റ് കൂടി 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 മാക്സിമം. അപ്പോൾ അതാണ് നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റ് കൂടി 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 മാക്സിമം. ഇനി അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കുറഞ്ഞ് 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 0. ദാറ്റ് ഈസ് ബീങ് റെപ്രസെൻറ്റഡ് ബൈ ദിസ് പാർട്ട് ഓഫ് ദ വേവ്. ഇനി അവിടെ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കൂടി 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 നെഗറ്റീവ് മാക്സിമം. അതാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അവിടെ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കുറഞ്ഞ് 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 0, അതായത് തിരിച്ച് മീൻ പൊസിഷനിലേക്ക് വന്നു. അപ്പോൾ ഇത് നമ്മൾ ഒരു വേവ് ആണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ, സി when this part of the wave passes through a particle of the medium, നമ്മൾ ഈ പാർട്ടിക്കിളിലൂടെ വേവിൻ്റെ ഈ ഭാഗം അങ്ങ് കടത്തിവിട്ടാൽ ആ പാർട്ടിക്കിൾ ഇങ്ങനെ ഇവിടെ എത്തും. ഇനി when this part of the wave passes through this particle, അപ്പോൾ ആ പാർട്ടിക്കിൾ ഇങ്ങനെ തിരിച്ചു വരും. ഇനി ഈ പാർട്ട് കടന്നു പോകുമ്പോൾ ആ പാർട്ടിക്കിൾ താഴേക്കെത്തി. ഈ പാർട്ട് കടന്നു പോകുമ്പോഴെന്താ ആ പാർട്ടിക്കിൾ ഇവിടെ എത്തി. അപ്പോൾ ഒരു വേവ് മുഴുവനായിട്ട് ഈ പാർട്ടിക്കിളിലൂടെ കടന്നു പോകുമ്പോൾ ആ പാർട്ടിക്കിൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യും. ഇനി ഇത് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങി തൊട്ടടുത്ത മൊമെൻറ്റിൽ ഈ പാർട്ടിക്കിളിനെ ഓസിലേറ്റ് ചെയ്യിക്കും. ഇനി ഇത് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങി തൊട്ടടുത്ത മൊമെൻറ്റിൽ ഇതിനെ ഓസിലേറ്റ് ചെയ്യിക്കും. ഇത് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങി തൊട്ടടുത്ത മൊമെൻറ്റിൽ ഇതിനെ ഓസിലേറ്റ് ചെയ്യിക്കും. തൊട്ടടുത്ത മൊമെൻറ്റിൽ ഇതിനെ ഓസിലേറ്റ് ചെയ്യിക്കും. അങ്ങനെ നോക്കൂ, ഈ പാർട്ടിക്കിൾ ഇങ്ങനെ മേലോട്ട് പോയി തിരിച്ചു വന്നു, താഴേക്ക് വന്ന് തിരിച്ചൊരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ആ സമയം കൊണ്ട് സപ്പോസ് ഇവിടുത്തെ പാർട്ടിക്കിൾസ് സ്റ്റാർട്ടഡ് ഓസിലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ഇത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ആ സമയം കൊണ്ട് വേവ് ഇത്രയും ദൂരം പ്രൊപ്പഗേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ദ ഡിസ്റ്റൻസ് ത്രൂ വിച്ച് ദ വേവ് ട്രാവൽസ് ഡ്യൂറിങ് 1 പീരിയഡ്, അതായത് ഈ ദൂരം അത് ഒരു വേവ് ലെങ്ത്തിന് ഈക്വൽ ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസിൽ നമുക്ക് കറക്റ്റ് ഒരു വേവിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഈ പാർട്ടിക്കിള് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് വേവ് എത്ര ദൂരം ട്രാവൽ ചെയ്യുമോ ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ വേവ് ലെങ്ത്. അപ്പോൾ ഈ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്ത ദൂരം വേവ് ലെങ്ത് ലാംഡ, അതിനെടുത്ത സമയം t. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം എന്താ? ഇറ്റ് ഈസ് ദ വെലോസിറ്റി.
ഈ 1/t പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് ഫ്രീക്വൻസിയാണ് ന്യൂ ലാംഡ. അങ്ങനെയാണ് v ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന ഫോർമുല വരുന്നത്. ഓക്കെ, ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്. അപ്പോൾ സപ്പോസ് എ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് എലോങ് ദി പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ. ഇങ്ങനെ അങ്ങോട്ട് എക്സ് ആക്സിസിൽ ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ വേവിൻ്റെ ഇക്വേഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് y ഈക്വൽ ടു ക്യാപിറ്റൽ E സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ്. ഓക്കെ, ഇനി അല്ലെങ്കിൽ y ഈക്വൽ ടു ക്യാപിറ്റൽ E സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. ഓക്കെ, ഇവിടെ ആക്ച്വലി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ ഒമേഗ ടി മൈനസ് കെ എക്സ് ആണെങ്കിലും കെ എക്സ് മൈനസ് ഒമേഗ ടി ആണെങ്കിലും വ്യത്യാസം ഇല്ല, രണ്ടും ഒരേ വേവ് തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഇതാണ് ഒരു വേവിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്, ഈ പർട്ടിക്കുലർ വേവ് ഒരു മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വിൽ എക്സിക്യൂട്ട് SHM. ആ SHMൻ്റെ ഇക്വേഷനാണിത് എന്ന് പറഞ്ഞാൽ ആ SHM എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റാണ് ഈ y. അപ്പോൾ y ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് തിരിച്ചു ചോദിക്കാം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് വിച്ച് പാർട്ടിക്കിൾ. കാരണം ഈ മീഡിയത്തിൽ ധാരാളം പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പറയും ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് പൊസിഷൻ എക്സ്. നോക്കൂ, എക്സ് ആക്സിസിലൂടെയാണ് ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ പാർട്ടിക്കിൾസ് ഒക്കെ ഓസിലേറ്റ് ചെയ്യും. y ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് പൊസിഷൻ എക്സ്. നോക്കൂ, എക്സ് ഈക്വൾ ടു 5 എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ഈക്വൾ ടു 0 വിചാരിച്ചോ, എക്സ് ഈക്വൾ ടു 1, എക്സ് ഈക്വൾ ടു 2, എക്സ് ഈക്വൾ ടു 3, എക്സ് ഈക്വൾ ടു 4, എക്സ് ഈക്വൾ ടു 5, എക്സ് ഈക്വൾ ടു 5. നമുക്ക് എക്സ് ഈക്വൾ ടു 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സ് ഈക്വൾ ടു 5 എന്നുള്ള ഇവിടുത്തെ പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റാണ് ഇത് തരിക. അപ്പോൾ ഈ എക്സ് ആക്സിസിൽ നിങ്ങൾക്ക് ഏത് പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണണോ ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് ഇവിടെ കൊടുക്കണം. ഇനി നമ്മൾ ഈ പാർട്ടിക്കിളിനെ തന്നെ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടി മാക്സിമം കുറഞ്ഞ് 0, കൂടി നെഗറ്റീവ് മാക്സിമം കുറഞ്ഞ് 0. അതായത് എക്സ് ഈക്വൾ ടു 5 എന്ന പൊസിഷനിലെ പാർട്ടിക്കിളിന് തന്നെ ഓരോ സമയത്ത് ഓരോ ഡിസ്പ്ലേസ്മെൻറ്റാണ്. അപ്പോൾ എക്സ് ഈക്വൾ ടു 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അത് ഏത് സമയത്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ സമയം ഇവിടെ കൊടുത്താൽ മതി ടി. ബാക്കിയുള്ള ഒമേഗയും കെയും ക്യാപിറ്റൽ എയും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. ഈ ക്യാപിറ്റൽ എ പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിള് പോയി മാക്സിമം എത്രയാണോ മേലോട്ട് പോയത് ഇതാണ് ഈ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ്. ഓക്കെ, ഇനി ഈ പാർട്ടിക്കിൾ ഇങ്ങനെ അങ്ങ് പോയി മാക്സിമം തിരിച്ച് മെയിൻ പൊസിഷൻ നെഗറ്റീവ് മാക്സിമം തിരിച്ചുവിടെത്തി. അതാണ് ഒരു ഓസിലേഷൻ. ആ ഓസിലേഷന് വേണ്ട സമയം ക്യാപിറ്റൽ ടി വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C2π ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടി. ഈ 1/T നമ്മൾ പറയുക ഫ്രീക്വൻസി എന്നാണ്. അപ്പോൾ ഇതിനെ 2πν എന്ന് വരും. അതാണ് ഒമേഗ. ഇറ്റ്സ് കോൾഡ് ആംഗുലാർ വെലോസിറ്റി ഓർ ആംഗുലാർ ഫ്രീക്വൻസി. ഓക്കെ, ഇനി ഈ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എന്താ, കെ ഈസ് കോൾഡ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് എന്നാണ് പറയുക. പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്. കെ ഈസ് കോൾഡ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്. മാത്രമല്ല കെ ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ലാംഡയാണ്. 2π ബൈ ലാംഡ, വേർ ലാംഡ ഈസ് ദ വേവ് ലെങ്ത്. ഓക്കെ, നമ്മൾ ഈ ലാംഡ ഇപ്പോൾ ഒരു വേവിൻ്റെ ലെങ്ത്ത് നമുക്ക് ലാംഡ പറയാം. നോക്കൂ, ഇതാണ് ലാംഡ. ഓക്കെ, അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ലാംഡ എന്ന് പറയുന്നത്. ദിസ് ഈസ് ലാംഡ. അത് സെൻറ്റിമീറ്ററിലാണെന്ന് വിചാരിച്ചോളൂ. ഇപ്പം ഞാൻ പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് പറയാം. അപ്പോൾ ലാംഡ സെൻറ്റിമീറ്ററിലാണ് വിചാരിച്ചോ, ലാംഡ സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ലാംഡ സെൻറ്റിമീറ്ററിൽ ഒരു വേവ് ഉണ്ട്. അപ്പോൾ ഒരു സെൻറ്റിമീറ്ററിൽ എത്ര വേവ് ഉണ്ടാവും? അപ്പോൾ ഒരു സെൻറ്റിമീറ്ററിൽ 1/λ വേവ് ഉണ്ടാവും. ഇറ്റ് ഈസ് കോൾഡ് ദ നമ്പർ ഓഫ് വേവ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓർ ഇറ്റ് ഈസ് കോൾഡ് വേവ് നമ്പർ. ആ വേവ് നമ്പർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് ന്യൂ ബാർ വെച്ചാൽ ന്യൂ ബാർ
1/λ. ഇനി ഇവിടെ നോക്കൂ, അപ്പോൾ ഇതിനെ നമുക്കെന്ത് പറയാം, 2π പിന്നെ 1/λയാണ് ന്യൂ ബാർ. സോ ഈ ന്യൂ ബാർ വേവ് നമ്പറാണ്. അപ്പോൾ ഈ വേവ് നമ്പർ 2π എന്ന് പറയുന്നത് ഒരു ആംഗിളാണ്. അപ്പോൾ ഈ വേവ് നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ ആംഗിൾ, ഇറ്റ് ഈസ് കോൾഡ് ആംഗുലാർ വേവ് നമ്പർ. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഈ ന്യൂ പറയുന്നത് ഫ്രീക്വൻസിയാണ്, 2π പറയുന്ന ആംഗിളാണ്. അപ്പോൾ ഫ്രീക്വൻസി മൾട്ടിപ്ലൈഡ് ബൈ അൻ ആംഗിൾ, ഇറ്റ്സ് കോൾഡ് ആംഗുലർ ഫ്രീക്വൻസി. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ആംഗുലർ വെലോസിറ്റി. ഇനി ഇവിടെ 2 മോഷൻ ഉണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ. അതിൽ ഒരു മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേവിൻ്റെ ഡിസ്റ്റർബൻസ് ഇങ്ങനെ അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് ഇവിടെ വേവ് എത്തുമ്പോൾ ഇവിടുത്തെ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. തൊട്ടടുത്ത മൊമെൻറ്റിൽ ഇവിടുത്തെ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. തൊട്ടടുത്ത മൊമെൻറ്റിൽ ഇവിടുത്തെ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് എനർജി ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ. ആ എനർജി പ്രൊപ്പഗേഷൻ നടക്കുന്ന സ്പീഡിനെ നമ്മൾ പറയുക വേവ് സ്പീഡ്, ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫേസ് വെലോസിറ്റി. ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സ്പീഡ് v ഈക്വൽ ടു ന്യൂ ലാംഡ. ഓക്കെ, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സ്പീഡ്. അത് കൂടാണ്ട് വേറെ ഒരു മോഷനും കൂടെ ഉണ്ട്. ഇപ്പോൾ വേവ് ഇങ്ങനെ ഇങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഈ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് ഇതേ ഇങ്ങനെ മൂവ് ചെയ്യും. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. അതിന് നമുക്ക് വേവ് വെലോസിറ്റി പറയാം, വേവ് വെലോസിറ്റി. അതായത് ഇതിനെ ഞാൻ വേവ് വെലോസിറ്റി ഓഫ് വേവ്, അത് കോൺസ്റ്റൻ്റ് ആണ് ന്യൂ ലാംഡ. പക്ഷേ ഈ പാർട്ടിക്കിൾ വെലോസിറ്റി ഉണ്ടല്ലോ, പാർട്ടിക്കിൾ വെലോസിറ്റി, അതായത് ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി, ഇത് മേലോട്ട് പോകുമ്പോഴത്തെ വെലോസിറ്റി കുറഞ്ഞ് 0, തിരിച്ചു വരുമ്പോൾ കൂടി മാക്സിമം കുറഞ്ഞ് 0, കൂടി മാക്സിമം. ദിസ് ഈസ് കോൾഡ് പാർട്ടിക്കിൾ മോഷൻ, ദിസ് ഈസ് കോൾഡ് വേവ് മോഷൻ. ഇത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയില്ല, ഇത് വേരിയബിൾ വെലോസിറ്റിയില്ല. ഓക്കെ, മീൻ പൊസിഷനിൽ വെലോസിറ്റി മാക്സിമം കുറഞ്ഞ് 0, തിരിച്ചു വരുമ്പോൾ കൂടി മാക്സിമം കുറഞ്ഞ് 0, കൂടി മാക്സിമം. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്ന വെലോസിറ്റി, മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി, VP max. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു നമുക്കെന്ത് പറയാം, ഒമേഗ എ പറയാം, ഒമേഗ എ. അത് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമ്മൾ പഠിച്ചതാണ്. ഇനി ഇവിടെ നമുക്ക് ഈ ഒമേഗ എന്താ, ഒമേഗ ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ടി ആണ്. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π ഡിവൈഡഡ് ബൈ ലാംഡയാ. ഓക്കെ, അപ്പോൾ ഒമേഗ ഡിവൈഡഡ് ബൈ കെ ഇത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്നത് 2π കട്ടാവും. പിന്നെന്താ വരുന്നത്, ഓർ ലെറ്റ് us say 2π ബൈ ടി, പിന്നെന്താ 2π ഡിവൈഡഡ് ബൈ ലാംഡ, ഓർ ദിസ് ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ ടി. ഇതെന്താ, ഇത് വെലോസിറ്റി ഓഫ് ദി വേവ് ആണ്, വെലോസിറ്റി ഓഫ് ദി വേവ്. ഓക്കെ, നൗ ലെറ്റ് us find the ratio of particle velocity, maximum particle velocity divided by wave velocity. ഈ മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി എന്താ, ഒമേഗ എ. വേവ് വെലോസിറ്റി എന്താ, ഒമേഗ ഡിവൈഡഡ് ബൈ കെ. അതിൽ ആ ഒമേഗ കട്ടാവും, ബാക്കി നമുക്ക് എന്താ പറയുന്നത്, കെ എ വരും, കെ എ. ദിസ് ഈസ് an important ratio, the ratio of the maximum particle velocity to the wave velocity. It is equal to Ka, where K is the propagation constant. When a progressive wave is propagating along the positive x-axis, adinte equation y equal to capital E sin omega t minus kx ആണ്. ഇനി ഞാൻ പറഞ്ഞത്, ആ ഒമേഗ ടി മൈനസ് കെ എക്സിന് പകരം കെ എക്സ് മൈനസ് ഒമേഗ ടി എഴുതി കഴിഞ്ഞാൽ വേവ് ഡിഫറൻ്റ് ആവില്ല, ഇതേ വേവ് തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് കെ എക്സ് മൈനസ് ഒമേഗ ടി ആണെങ്കിലും ഒമേഗ ടി മൈനസ് കെ എക്സ് ആണെങ്കിലും ഒരേ വേവ് തന്നെ, വ്യത്യാസമല്ല. ഇനി ഇവിടെ ഇൻ ബിറ്റ്വീൻ വരുന്ന സൈൻ മൈനസ് ആണെങ്കിൽ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് പോസിറ്റീവ് എക്സ് ആക്സിസ്. ഓക്കെ, ഹിയർ ദ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് along positive x-axis. Okay, ini y equal to capital A sin omega t plus kx
ഓക്കെ, ഇതാണെങ്കിൽ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് എലോങ് നെഗറ്റീവ് എക്സ് ആക്സിസ്. ഇൻ ബിറ്റ്വീൻ വരുന്ന സൈന് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എക്സ് ആക്സിസിലും ഇൻ ബിറ്റ്വീൻ വരുന്ന സൈന് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എക്സ് ആക്സിസിലുമാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് മേലെ ഉള്ള ഇക്വേഷൻ മാത്രം നോക്കിക്കോളും. അപ്പോൾ അവിടുന്ന് നമുക്ക് ഡെൽ വൈ ഡിവൈഡഡ് ബൈ ഡെൽ എക്സ് പറഞ്ഞാൽ ഇത് പാർഷ്യൽ ഡിഫറൻഷിയേഷനാണ്. ഇവിടെ ആക്ച്വലി വൈ, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ ഡിപ്പെൻഡ്സ് ഓൺ 2 വേരിയബിൾസ്, ടൈമും ഉണ്ട്, പൊസിഷൻ വേരിയബിൾ എക്സും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഈസ് ഡിഫറൻഷിയേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. വൈൽ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വി ഹാവ് ടു കീപ് ടി ആസ് കോൺസ്റ്റൻറ്റ്. അതായത് 2 വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യും, വൈ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യും, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടൈം കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കുക, അത്ര മാത്രം. അതിനെ നമ്മൾ പറയുക പാർഷ്യൽ ഡിഫറൻഷിയേഷൻ എന്നാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ഡെൽ വൈ, ഡെൽ എന്നാണ് വായിക്കുന്നത് കേട്ടോ, ഞാൻ ഡെൽ എന്നാണ് വായിക്കുന്നത്. ഡെൽ വൈ ബൈ ഡെൽ എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എ, പിന്നെ ഈ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സിൽ ഒമേഗയും ടിയും ഒക്കെ കോൺസ്റ്റൻ്റാണ്. അപ്പോൾ കോസ് പിന്നെന്താ ഒമേഗ ടി മൈനസ് കെ എക്സ്, പിന്നെ അകത്തുള്ള ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിൽ ഒമേഗ ടി കോൺസ്റ്റൻ്റ് ആണ്, ഡിഫറൻഷ്യൽ 0, മൈനസ് കെ എക്സിൻ്റെ എന്താ മൈനസ് കെ വരും. അപ്പോൾ ആ മൈനസ് കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി ഇതിനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഡെൽ സ്ക്വയർ വൈ ബൈ ഡെൽ എക്സ് സ്ക്വയർ. ഓക്കെ, ഇതെന്താ വരിക, ഇവിടെ മൈനസ് കെ എ ഉണ്ട്, മൈനസ് കെ എ. ഓക്കെ, പിന്നെ കോസ് ഒമേഗ ടി മൈനസ് കെ എക്സിൻ്റെ എന്താ വരിക, ഇവിടെ മൈനസ് കെ ആണ്, മൈനസ് ചെയ്യാൻ ഇട്ടില്ല. കോസ് ഒമേഗ ടി മൈനസ് കെ എക്സിൻ്റെ മൈനസ് സൈൻ ഒമേഗ ടി എന്നാ വരിക. ആ മൈനസും ഈ മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആവും. അപ്പോൾ സൈൻ പിന്നെന്താ ഒമേഗ ടി മൈനസ് കെ എക്സ്. ഓക്കെ, ഇനി അകത്തുള്ള ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതായത് അത് ഒരു മൈനസ് കെ വരും. അപ്പോൾ ഇതെന്താ വരിക, മൈനസ് കെ സ്ക്വയർ വരും. ഓക്കെ, ഇത് ഡെൽ സ്ക്വയർ വൈ ബൈ ഡെൽ എക്സ് സ്ക്വയർ, അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ഇതിന് ടൈം വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാ, ഡെൽ വൈ ഡിവൈഡഡ് ബൈ ഡെൽ ടി. നോക്കൂ, ടൈം വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സിനെ കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കും, അതാണ് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എ ഉണ്ട്. ഓക്കെ, പിന്നെ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ്. ഓക്കെ, പിന്നെ ഒമേഗ ടിയുടെ ഡിഫറൻഷ്യൽ ഒമേഗയാണ്, കെ എക്സിൻ്റെ ഡിഫറൻഷ്യൽ 0 ആണ്, അപ്പോൾ ഒമേഗ വരും. ഓക്കെ, ഇനി അടുത്തത് ഡെൽ സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡെൽ ടി സ്ക്വയർ പറഞ്ഞാൽ ഇതിന് ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഒമേഗ ഉണ്ട്, ക്യാപിറ്റൽ എ ഉണ്ട്, പിന്നെ കോസ് ഒമേഗ ടി മൈനസ് കെ എക്സിൻ്റെ എന്താ മൈനസ് സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ്, പിന്നെ അകത്തുള്ള ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒമേഗ ടിയുടെ ഡിഫറൻഷ്യൽ എന്താ ഒമേഗ, കെ എക്സിൻ്റെ ഡിഫറൻഷ്യൽ 0, അപ്പോൾ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒമേഗ സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ ദേ ഇങ്ങനെ കിട്ടി, ഡെൽ സ്ക്വയർ വൈ ബൈ ഡെൽ ടി സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾക്ക് ഇത് രണ്ടും കൂടെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരുന്നതെന്ന്, ഡെൽ സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡെൽ ടി സ്ക്വയർ, ദിസ് ഈസ് ഈക്വൽ ടു ഡെൽ സ്ക്വയർ വൈ ബൈ ഡെൽ ടി സ്ക്വയർ. ഇവിടെ ഡെൽ സ്ക്വയർ വൈ ഡിവൈഡ് ബൈ ഡെൽ ടി സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഒമേഗ സ്ക്വയർ എ ആണ്. അതിൽ ഞാൻ ഒമേഗ സ്ക്വയർ എഴുതി. ഓക്കെ, പിന്നെ മൈനസ് എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് എന്നാ. നോക്കൂ, ഒമേഗ സ്ക്വയർ ഞാൻ എഴുതി, ഇനി എഴുതല് മൈനസ് എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ്. അതിൽ മൈനസ് എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് ഇവിടെ നിന്ന് എടുത്ത് എഴുതുക. അതെന്താ വരിക, കെ സ്ക്വയറിന് ഇങ്ങോട്ട് കൊണ്ടുവരിക, അതായത് ബൈ കെ സ്ക്വയർ ഇൻറ്റു ഡെൽ സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡെൽ എക്സ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഈ ഒമേഗ ഡിവൈഡഡ് ബൈ കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെലോസിറ്റി ഓഫ് ദി വേവാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമുക്ക് എന്താ കിട്ടിയത്, ഡെൽ സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡെൽ ടി സ്ക്വയർ ഈക്വൽ ടു വി സ്ക്വയർ ടൈംസ് ഡെൽ സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡെൽ എക്സ് സ്ക്വയർ എന്ന് വരും. ഡെൽ സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡെൽ എക്സ് സ്ക്വയർ. ഓക്കെ,
ഈ ഫൈനലി നമുക്ക് കിട്ടിയ ഈ സാധനം ഉണ്ടല്ലോ, ദിസ് ഈസ് കോൾഡ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് വേവ് മോഷൻ, റിഫ്ലക്ഷൻ ഓഫ് എ വേവ്. ഈ റിഫ്ലക്ഷൻ രണ്ട് വിധത്തിലാവാം. ഒന്ന്, സേ റിഫ്ലക്ഷൻ ക്യാൻ ബി ഫ്രം എ ഫ്രീ ബൗണ്ടറി, reflection from a free boundary, or from a rarer medium, free boundary or rarer medium. ഈ rarer medium എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെലോസിറ്റി കൂടുതലാവും, വെലോസിറ്റി വിൽ ബി മോർ. ഓക്കെ, പിന്നെ ഈ ഫ്രീ ബൗണ്ടറി, അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു റോഡുണ്ട്, അതിനകത്ത് ഞാൻ ഒരു സ്ട്രിങ് ഇങ്ങനെയുണ്ട്, ആ സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് ഒരു റിങ് ഉണ്ട്, അത് ഉണ്ടാച്ചോ, ആ റിങ് ഈ റോഡിലൂടെ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സ്ട്രിങ്ങിൽ ഇവിടെ ഇങ്ങനെ ജേർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിലൂടെ പാസ് ചെയ്യുന്ന വേവ്സ് ഇത് ഇങ്ങനെ പോയിട്ട് അത് അവിടെ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് വരും. അപ്പോൾ ഈ റിങ്ങിന് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിന് അതിനെയാണ് നമ്മൾ ഫ്രീ ബൗണ്ടറി പറയുക. ഇനി അവിടെ ഇപ്പോൾ ആ റിങ്ങിന് പകരം ഞാനത് അവിടെ ഫിക്സ് ചെയ്തിരിക്കുക വിചാരിക്കുക. അപ്പോൾ ഈ സ്ട്രിങ് ഞാനിതാ ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുക. ഓക്കെ, അവിടെ ഫിക്സ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇതിന് നമ്മൾ പറയുക റിജിഡ് ബൗണ്ടറി എന്നാ. ദിസ് ഈസ് കോൾഡ് റിജിഡ് ബൗണ്ടറി. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ഫ്രീ ബൗണ്ടറി, ഒരു റിങ് ആണെങ്കിൽ. അപ്പോൾ ഫ്രീ ബൗണ്ടറിയിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യാം, അതേപോലെ തന്നെയാണ് റയറർ മീഡിയത്തിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിലും. ഇനി അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ക്യാൻ ബി ഫ്രം റിജിഡ് ബൗണ്ടറി, റിഫ്ലക്ഷൻ ഫ്രം എ റിജിഡ് ബൗണ്ടറി. ഇനി റിജിഡ് ബൗണ്ടറിയിൽ നിന്നുള്ള റിഫ്ലക്ഷനും ഡെൻസർ മീഡിയത്തിൽ നിന്നുള്ള റിഫ്ലക്ഷനും ഒരേപോലെയാണ്. റിജിഡ് ബൗണ്ടറി ഓർ ഡെൻസർ മീഡിയം. ഈ ഡെൻസർ മീഡിയം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെലോസിറ്റി കുറവായിരിക്കും, വെലോസിറ്റി വിൽ ബി ലെസർ. ഓക്കെ, അപ്പോൾ ഇനി ഇഫ് ദ റിഫ്ലക്ഷൻ ടേക്സ് പ്ലേസ് ഫ്രം എ ഫ്രീ ബൗണ്ടറി ഓർ റയറർ മീഡിയം, ദ നേച്ചർ ഓഫ് ദ വേവ് വിൽ ചേഞ്ച്, ബട്ട് ദ ഫേസ് വിൽ നോട്ട് ചേഞ്ച്. ഈ നേച്ചർ ചേഞ്ച് ചെയ്യും പറഞ്ഞാൽ ഒരു ക്രസ്റ്റ് ചെന്ന് ഇടിച്ചാൽ അത് ടഫായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും, കണ്ടൻസേഷൻ റയർ ഫാക്ഷനായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് നേച്ചർ ചേഞ്ച് ചെയ്യും പറഞ്ഞാൽ. ഫേസ് ചേഞ്ച് ചെയ്യും പറഞ്ഞാൽ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് ഉണ്ടല്ലോ, ആ സൈൻ കഴിഞ്ഞ് വരുന്ന ആംഗിളിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുക. അത് ഡെൻസർ അല്ലെങ്കിൽ റിജിഡ് ബൗണ്ടറിയിൽ നിന്നാണെങ്കിൽ അത് 180 ഡിഗ്രി ചേഞ്ച് ചെയ്യും. പക്ഷേ ഫ്രീ ബൗണ്ടറിയിൽ നിന്നാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യില്ല. ഫ്രീ ബൗണ്ടറിയിൽ റിഫ്ലക്ഷൻ നടന്നാൽ നേച്ചർ വിൽ ചേഞ്ച്, ഫേസ് വിൽ നോട്ട് ചേഞ്ച്. നേച്ചർ ചേഞ്ച് ചെയ്യും പറഞ്ഞാൽ ക്രസ്റ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ആസ് ട്രഫ് ആൻഡ് ട്രഫ് വിൽ ബി റിഫ്ലക്റ്റഡ് ആസ് ക്രസ്റ്റ്. ഓക്കെ, അതാണ് നേച്ചർ ചേഞ്ച് ചെയ്യും പറഞ്ഞാൽ. അപ്പോൾ ലെറ്റ് us ട്രൈ ദ ഇക്വേഷൻ ഓഫ് എ വേവ് റിഫ്ലക്റ്റഡ് ഫ്രം എ ഫ്രീ ബൗണ്ടറി. അതിൽ ഇൻസിഡൻസ്, ഇത് ഫ്രീ ബൗണ്ടറി എന്നുള്ള റിഫ്ലക്ഷനാണ് കേട്ടോ, ഫ്രീ ബൗണ്ടറി. അപ്പോൾ ഇൻസിഡൻറ്റ് വേവ് y ഈക്വൽ ടു ക്യാപിറ്റൽ എ സൈൻ പിന്നെന്താ ഒമേഗ ടി മൈനസ് കെ എക്സ്. ഓക്കെ, ഇത് ആംപ്ലിറ്റ്യൂഡ് സൈൻ കഴിഞ്ഞ് വരുന്ന ഇതിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുക. ഓക്കെ, ഇനി ഈ റിഫ്ലക്റ്റഡ്സ്, അതായത് വേവ് റിഫ്ലക്റ്റഡ് ഫ്രം എ ഫ്രീ ബൗണ്ടറി, for reflected wave y dash equal to capital E sin omega t minus kx എന്നുള്ളത്. നോക്കൂ, ഇൻസിഡൻറ്റ് വേവ് അങ്ങോട്ടാണ് പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ, അപ്പോൾ റിഫ്ലക്റ്റഡ് വേവ് തിരിച്ചാവും നെഗറ്റീവ് എക്സ് ഡിറക്ഷനിലാവും. നെഗറ്റീവ് എക്സ് ഡിറക്ഷനിലാണെങ്കിൽ ഇത് കൊടുക്കണം. അപ്പോൾ ഈ മൈനസ് പ്ലസ് ആവുന്നത് ഫേസ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടല്ല, അത് ഡിറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ റിവേഴ്സ് ചെയ്യണോണ്ടാണ്. ഓക്കെ, ഫേസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതേ ഇവിടെ ഉണ്ടായിട്ടില്ല. ഫേസ് ചേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ ഒരു 180 നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇല്ല. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ വേവ് ഇൻസിഡൻറ്റ് ഓൺ എ ഫ്രീ ബൗണ്ടറി ആൻഡ് ദിസ് ഈസ് ദ വേവ് റിഫ്ലക്റ്റഡ് ഫ്രം ഇറ്റ്സ്. ഇനിയിപ്പോൾ നമ്മൾ റിജിഡ് ബൗണ്ടറി എന്നാണ് എന്ന് വിചാരിക്കുക. റിജിഡ് ബൗണ്ടറി, ഓക്കെ, റിജിഡ് ബൗണ്ടറി എന്നാണെങ്കിൽ നമുക്ക് ഇതേ ഇൻസിഡൻറ്റ് വേവ് തന്നെ. അപ്പോൾ റിഫ്ലക്റ്റഡ് വേവ് from a rigid boundary y dash will be equal to E sin omega t മൈനസ് പ്ലസ് ആവുന്നത് ഡിറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇൻസിഡൻറ്റ് വേവ് പോസിറ്റീവ് എക്സ് ഡിറക്ഷനിലാണ്, റിഫ്ലക്റ്റഡ് വേവ് നെഗറ്റീവ് എക്സ് ഡിറക്ഷനിലാണ്. അത് കൂടാണ്ട് ഒരു 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അതിൽ ഇവിടെ നോക്കൂ, സൈൻ 180 പ്ലസ് സംതിങ് ആണ്.
ഓക്കെ, അപ്പോൾ എന്താ വരിക, വൈ ഡാഷ് ഈക്വൽ ടു മൈനസ് സൈൻ ആവുമത്, മൈനസ് എ സൈൻ ഒമേഗ ടി പ്ലസ് കെ എക്സ്. ഓക്കെ, ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ വേവ് റിഫ്ലക്റ്റഡ് ഫ്രം എ റിജിഡ് ബൗണ്ടറി. റിഫ്രാക്ഷൻ ഓഫ് എ വേവ്. ഒരു വേവ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ച് പാത്ത് ചേഞ്ച് ചെയ്യും, സ്പീഡ് ചേഞ്ച് ചെയ്യും, വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യും. ചേഞ്ച് ചെയ്യാത്തത് ഫ്രീക്വൻസി മാത്രം. അപ്പോൾ ആ പാത്ത് ചേഞ്ച് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കൂ, മേലെ ഒരു മീഡിയം, അവിടെ വെലോസിറ്റി ഓഫ് ദ വേവ് v1 വിചാരിച്ചോളൂ, താഴെ വേറൊരു മീഡിയം വെലോസിറ്റി ഓഫ് ദ വേവ് v2 വിചാരിച്ചോളൂ. ഓക്കെ, അതിൽ ദിസ് ഈസ് ദ നോർമൽ ടു ദ സർഫസ് ഓഫ് സെപ്പറേഷൻ. ഓക്കെ, ഇനിയിപ്പോൾ ഒരു വേവ് ഈ ലൈനിലൂടെ ഒരു വേവ് വന്നു. ഓക്കെ, അപ്പോൾ ഇതിന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നാണ് പറയുക. അത് പാത്ത് നേരെ പോവാണ്ട് ഇവിടെ വെച്ച് ബെൻഡ് ചെയ്യും. ഓക്കെ, ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നാണ് പറയുക, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ബെൻഡിങ് നടക്കുന്നത്, ബെൻഡിങ് ടേക്സ് പ്ലേസ് ബൈ ഒബേയിങ് സർട്ടൈൻ ലോസ് കോൾഡ് ദ ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ആ ലോസ് ഓഫ് റിഫ്രാക്ഷനിൽ പ്രധാനപ്പെട്ടത് ഇവിടെ എന്താണെന്നറിയോ, സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ. ദിസ് ഈസ് ഈക്വൽ ടു v1 ഡിവൈഡഡ് ബൈ v2. ഇതിനെ നമ്മൾ പറയുക സ്നെൽസ് ലോ എന്നാ പറയുക, സ്നെൽസ് ലോ. ഓക്കെ, സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ ഈക്വൽ ടു v1 ഡിവൈഡഡ് ബൈ v2. അതിൽ താഴെ ഡെൻസർ മീഡിയം ആണെങ്കിൽ അത് നോക്കൂ, ഇറ്റ് വിൽ ബെൻഡ് ടുവേഴ്സ് ദ നോർമൽ. താഴെ റയർ മീഡിയം ആണെങ്കിൽ ഇറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. ഓക്കെ, ഇത് റിഫ്രാക്ഷൻ. ഇനിയുള്ളത് ഡിഫ്രാക്ഷനാണ്. ഈ ഡിഫ്രാക്ഷൻ പറഞ്ഞാൽ ദി ഫിനോമിനൻ ഓഫ് ബെൻഡിങ് ഓഫ് എ വേവ് എറൗണ്ട് ദി എഡ്ജസ് ഓഫ് ആൻ ഒബ്സ്റ്റാക്കിൾ. അതിനാണ് നമ്മൾ ഡിഫ്രാക്ഷൻ പറയുക. ഒരു ഒബ്സ്റ്റാക്കിൾ ഉണ്ടെങ്കിൽ ആ ഒബ്സ്റ്റാക്കിളിൻ്റെ എഡ്ജസിലൂടെ വേവ് ബെൻഡ് ചെയ്ത് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുക. ദിസ് ഡിഫ്രാക്ഷൻ വിൽ ടേക്ക് പ്ലേസ് ഓൺലി വെൻ ദ സൈസ് ഓഫ് ദി ഒബ്സ്റ്റാക്കിൾ ഈസ് കമ്പയറബിൾ ടു ദ വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിന് കമ്പയറബിൾ ആവണം സൈസ് ഓഫ് ദി ഒബ്സ്റ്റാക്കിൾ. അതിൽ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് വളരെ കുറവാണ്. ഇപ്പോൾ യെല്ലോ ലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 6000 ആങ്സ്ട്രംസ്. 6000 ആങ്സ്ട്രംസ് എന്ന് പറഞ്ഞാൽ 10⁻⁻10 ഇത്രയും മീറ്റർ. ഓർ ദിസ് ഈസ് ഈക്വൽ ടു 6 × 10⁻⁻7 മീറ്ററാണ്. ഓർ ദിസ് ഈസ് ഈക്വൽ ടു 6 × 10⁻⁴ മില്ലിമീറ്ററാണ്, മില്ലിമീറ്റർ. ഓക്കെ, ഈ 6 × 10⁻⁴ ഇത് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ നമുക്ക് 10⁻³ മില്ലിമീറ്റർ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ 1 മില്ലിമീറ്ററിനെ 1000 പാർട്ടാക്കിയതിൽ ഒരു പാർട്ട്, ദാറ്റ് ഈസ് ദ ഓർഡർ ഓഫ് വേവ് ലെങ്ത് ഓഫ് വിസിബിൾ ലൈറ്റ്. അപ്പോൾ അത്രയും ചെറിയ ഒബ്സ്റ്റാക്കിൾ ആണെങ്കിൽ മാത്രമേ ലൈറ്റിൻ്റെ ഡിഫ്രാക്ഷൻ നടക്കുള്ളൂ. ഇത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും മില്ലിമീറ്ററാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സ്കെയിലിൽ കാണുന്ന ഏറ്റവും അടുത്തടുത്തുള്ള 2 ഡിവിഷൻ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 1 മില്ലിമീറ്ററാണ്. അതിനെ 1000 ഈക്വൽ പാർട്ടാക്കിയതിൽ ഒരു പാർട്ട്. അത്രയും നാരോ ആയിട്ടുള്ള, അത്രയും ചെറിയ ഒരു ഒബ്സ്റ്റാക്കിളിൽ മാത്രമേ ലൈറ്റ് ഡിഫ്രാക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് നടക്കാനും നമ്മൾക്കത് കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ലാബിൽ എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റൂ. പക്ഷേ സൗണ്ടിൻ്റെ കേസ് അങ്ങനെയല്ല. സൗണ്ടിൻ്റെ വേവ് ലെങ്ത് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് എ മീറ്റർ. മീറ്ററിലാണ് സൗണ്ടിൻ്റെ വേവ് ലെങ്ത്. അത് കാരണം ഡോറിലും വിൻഡോയിലുമൊക്കെ സൗണ്ടിൻ്റെ ഡിഫ്രാക്ഷൻ നടക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാൾ ഡോറിൻ്റെ പുറകിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിലും ആ സൗണ്ട് വേവ്സ് ഡോറിൻ്റെ എഡ്ജസിലൂടെ ബെൻഡ് ചെയ്ത് ട്രാവൽ ചെയ്ത് നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നിന്ന് ട്രാവൽ ചെയ്യുന്ന ലൈറ്റ് വേവ്സ് ബെൻഡ് ചെയ്ത് ട്രാവൽ ചെയ്യില്ല. അത് കാരണം അദ്ദേഹത്തെ കാണാൻ കഴിയില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ ആസ് ദ വേവ് ലെങ്ത് ഓഫ് സൗണ്ട് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് എ മീറ്റർ, sound waves gets diffracted by doors, windows, walls, etc. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഡിഫ്രാക്ഷൻ ഓഫ് വേവ്സിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പാത്ത് ഡിഫറൻസ് ആൻഡ് ഫേസ് ഡിഫറൻസ് ഓഫ് എ വേവ്. കൺസിഡർ എ വേവ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് ദ പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം,
y equal to capital A sin kx minus omega t. kx minus omega t. Okay, wave is propagating along the positive x direction. അപ്പോൾ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എക്സ് ഡിറക്ഷൻ ദേ ഇങ്ങനെ വിചാരിച്ചോളൂ. അതിൽ ഇവിടെ പൊസിഷൻ x1 ആണ്, അവിടുത്തെ ഫേസ് φ1 വിചാരിച്ചോ. ഇവിടുത്തെ പൊസിഷൻ x2 ആണ്, അവിടുത്തെ ഫേസ് φ2 വിചാരിച്ചോളൂ. φ2 ഈ ഫേസ് എന്ന് പറഞ്ഞാൽ സൈൻ കഴിഞ്ഞ് വരുന്ന ആംഗിളിനെയാണ് നമ്മൾ ഫേസ് പറയുക. അപ്പോൾ φ ഈക്വൽ ടു നമുക്കെന്ത് പറയാം, കെ എക്സ് മൈനസ് ഒമേഗ ടി പറയാം. അപ്പോൾ അറ്റ് എ ഗിവൺ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം, ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇവിടുത്തെ ഫേസ് φ1 ആണ്, ഇവിടുത്തെ ഫേസ് φ2 ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് ഇൻ പാത്ത് ലെങ്ത് ഓർ പാത്ത് ഡിഫറൻസ് അതെന്താ, അത് x2 മൈനസ് x1 ആണ്. ഫേസ് ഡിഫറൻസ് എന്താ, φ2 മൈനസ് φ1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ φ1 ഈക്വൽ ടു കെ x1 മൈനസ് ഒമേഗ ടി. ഓക്കെ, φ2 അതേ സമയം x2 എന്നുള്ള പൊസിഷനിലെ ഫേസ് φ2, ദിസ് ഈസ് കെ x2 മൈനസ് ഒമേഗ ടി. ഓക്കെ, അപ്പോൾ ഇനി ഫേസ് ഡിഫറൻസ് φ2 മൈനസ് φ1, ദിസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു x2 മൈനസ് x1 വരും, കെ ഇൻറ്റു x2 മൈനസ് x1. അപ്പോൾ ഈ φ2 മൈനസ് φ1 പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെൽറ്റ ഫൈ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫേസ് ഡിഫറൻസ്. ദിസ് ഈസ് ഈക്വൽ ടു കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 2π ഡിവൈഡഡ് ബൈ ലാംഡയ, പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്. x2 മൈനസ് x1 പറഞ്ഞാൽ എന്താ, അത് പാത്ത് ഡിഫറൻസ് ആണ്, പാത്ത് ഡിഫറൻസ്. ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫേസ് ഡിഫറൻസ് ആൻഡ് പാത്ത് ഡിഫറൻസ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഒരു വേവ് എക്സ് ആക്സിസിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ വേവ് ഞാനിപ്പോൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റെഫറൻസ് ലെവലിൽ നിന്ന്, ഇപ്പോൾ ഇതാണ് റെഫറൻസ് ലെവൽ വിചാരിച്ചോ. അപ്പോൾ ഈ പോയിൻ്റ് എ, ഓക്കെ, ഈ പോയിൻ്റ് ബി. ഓക്കെ, അപ്പോൾ ആ ബി എന്നുള്ള പോയിൻറ്റിലേക്ക് ബി എന്നുള്ള പോയിൻറ്റിലേക്ക് റെഫറൻസ് ലെവലിൽ നിന്ന് ഉള്ള ദൂരം. ഓക്കെ, ഈ ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത് ഒരു ലാംഡയാണ്. അതിൽ ഇവിടം വരെ പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡയുടെ പകുതിയാണ്, λ/2. അപ്പോൾ ഇവിടം വരെ പറഞ്ഞു കഴിഞ്ഞാൽ λ/4 ആണ്, λ/4. അപ്പോൾ ദേ ഈ എ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് λ/4 പറയാം, λ/4. ഓക്കെ, അതായത് റെഫറൻസ് ലെവലിൽ നിന്ന് എ വരെയുള്ളത്. ഈ ക്രസ്റ്റ് തൊട്ട് ഈ ക്രസ്റ്റ് വരെയുള്ളത് ലാംഡയാണ്. ഓക്കെ, അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ ലാംഡ, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് λ/4. അപ്പോൾ മൊത്തം ഈ ഡിസ്റ്റൻസ് നമുക്ക് എന്താ പറയാം, λ പ്ലസ് λ/4 പറയാം, λ പ്ലസ് λ/4. ഇനി ഈ ഫേസ് എന്ന് പറയുന്നത് ആംഗിളാണ്. ഇവിടുത്തെ ആംഗിൾ നമുക്കറിയാം, ഇവിടുത്തെ ആംഗിൾ π/2 ആണ്, ഒരു π/2. ഓക്കെ, ഇവിടെ 2 π/2 ആണ്, ഇവിടെ 3 π/2 ആണ്, 3π ഡിവൈഡ് ബൈ 2. ഇവിടെ 4 π/2, ഇവിടെ എന്താ, ഇവിടെ 5 π/2 ആണ്, 5 π/2. ഓക്കെ, അപ്പോൾ എയും ബിയും ഉള്ള ഡിഫറൻസ് ഇൻ പാത്ത് ലെങ്ത് അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ് അതെത്രയാണ് നോക്കൂ. റെഫറൻസ് ലെവലിൽ നിന്ന് ഇവിടം വരെയുള്ളത് λ/4 ആണ് പാത്ത് ലെങ്ത്ത്, ഇവിടുന്ന് ഇവിടം വരെയുള്ളത് λ പ്ലസ് λ/4 ആണ്. അപ്പോൾ ഡിഫറൻസ് ഇൻ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡയാണ്. ഓക്കെ, ഡിഫറൻസ് ഇൻ ഫേസ് പറഞ്ഞാൽ 5π/2 മൈനസ് 1π/2 പറഞ്ഞാൽ 4π/2 എന്ന് പറഞ്ഞാൽ 2π. അതായത് ലാംഡ പാത്ത് ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ് 2π ആണ്. ഓക്കെ, അപ്പോൾ ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് 2π, അപ്പോൾ 1ന് കറസ്പോണ്ടിങ്, അതായത് ഫോർ യൂണിറ്റ് പാത്ത് ഡിഫറൻസ് ഫേസ് ഡിഫറൻസ് എത്രയാണ്, 2π ഡിവൈഡഡ് ബൈ ലാംഡ. പാത്ത് ഡിഫറൻസ് 1 ആണെങ്കിൽ ഫേസ് ഡിഫറൻസ് 2π/λ. പാത്ത് ഡിഫറൻസ് 2 ആണെങ്കിൽ ഫേസ് ഡിഫറൻസ് 2π/λ ഇൻറ്റു 2. ഫോർ പാത്ത് ഡിഫറൻസ് 3 ഫേസ് ഡിഫറൻസ് വിൽ ബി 2π/λ ഇൻറ്റു 3. സോ ഫോർ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ എക്സ്, അപ്പോൾ 2π/λ ഇൻറ്റു ഡെൽറ്റ എക്സ് വരും, ഇൻറ്റു ഡെൽറ്റ എക്സ്.
ഇതാണ് ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ഫൈ. ഓക്കെ, ഇങ്ങനെയും നമുക്ക് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു വേവ്സ് കണ്ടുപിടിക്കാം. ഇൻറ്റൻസിറ്റി ഓഫ് എ വേവ്, ഇൻറ്റൻസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് പവർ ത്രൂ യൂണിറ്റ് ഏരിയയാണ്. പവർ ക്യാരീഡ് ബൈ എ വേവ് ത്രൂ യൂണിറ്റ് ഏരിയ. പവർ പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ക്യാരീഡ് ബൈ എ വേവ് ഇൻ യൂണിറ്റ് ടൈം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റി പറഞ്ഞാൽ എനർജി ക്യാരീഡ് ബൈ എ വേവ് ത്രൂ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം. അപ്പോൾ നമുക്ക് കൺസിഡർ എ വേവ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് ക്യാപിറ്റൽ എ ആൻഡ് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ പ്രൊപ്പഗേറ്റിംഗ് ഇൻ എ മീഡിയം വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് വി ആൻഡ് ദ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം ഈസ് റോ. നോക്കാം. അപ്പോൾ ഇപ്പോൾ എയർ ആണെന്ന് വിചാരിച്ചോ, എയറിലൂടെ വേവ് ഇങ്ങനെ അങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയറിൻ്റെ നിങ്ങൾ ഒരു സിലിണ്ട്രിക്കൽ പാർട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ സിലിണ്ട്രിക്കൽ പാർട്ടിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എസ് ആണെന്ന് വിചാരിച്ചു, എസ്. ഓക്കെ, നിങ്ങൾ ഈ മീഡിയത്തിലൂടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ആ മീഡിയത്തിൽ നിങ്ങളൊരു സിലിണ്ട്രിക്കൽ പാർട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ആ സിലിണ്ട്രിക്കൽ പാർട്ടിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എസ് ആയി. ഇതുവഴിയൊക്കെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഭാഗം മാത്രം കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സി വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വെലോസിറ്റി വി ആണ്. അപ്പോൾ ഡെൽറ്റ ടി ടൈമിൽ ആ വേവ് എത്ര പ്രൊപ്പഗേറ്റ് ചെയ്യും? വി ഡെൽറ്റ ടി ദൂരം പ്രൊപ്പഗേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ വി ഡെൽറ്റ ടി എന്ന് പറയുന്ന ദൂരം ഇതാണ് എന്ന് വിചാരിച്ചോളൂ. വി ഡെൽറ്റ ടി ദൂരം ഇതാണ് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ടി സമയം കൊണ്ട് ഇവിടെയുള്ള പാർട്ടിക്കിൾ ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ ഇവിടെയുള്ള പാർട്ടിക്കിൾ ഇവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് ഈ പുട്ട് നമ്മൾ അതേ തള്ളി പുറത്തേക്ക് വീഴ്ത്തുന്ന പോലെ ഇവിടെ നോക്കും, ഇങ്ങനെ പുഷ് ചെയ്ത് ഇവിടെയുള്ള പാർട്ടിക്കിൾ ഇവിടെ എത്തുകയാണെങ്കിൽ ഇതിന് മുമ്പുള്ളതെല്ലാം ഈ ക്രോസ് സെക്ഷനിലൂടെ പുറത്തേക്ക് പോയിന്നാണ്. അപ്പോൾ ഡെൽറ്റ ടി ടൈം കൊണ്ട് വേവ് ഇത്രയും പ്രൊപ്പഗേറ്റ് ചെയ്യും എന്നാണ്. അപ്പോൾ നമ്മളിതേ ഡെൽറ്റ ടി സമയം കൊണ്ട് ഇവിടെയുള്ള പാർട്ടിക്കിളിന് ഇവിടെ എത്തിച്ചു. അപ്പോൾ അതിന് മുമ്പുള്ളതെല്ലാം ഈ ക്രോസ് സെക്ഷനിലൂടെ പുറത്തേക്ക് പോയി. അപ്പോൾ ഈ ക്രോസ് സെക്ഷനിലൂടെ എത്ര മാസ് ക്രോസ് ചെയ്യുന്നുണ്ടാവും നോക്കാം. ഓക്കെ, ഇതാണ് ഇതിൽ ഉള്ള മാസ് ഫുൾ ഇതുവഴി ക്രോസ് ചെയ്യും ഡെൽറ്റ ടി ടൈമിൽ. ഇതാണ് ലെങ്ത്ത്. ക്രോസ് സെക്ഷണൽ ഏരിയ എസ് ആർ. അപ്പോൾ ഇതാണ് വോളിയം. ഓക്കെ, വോളിയം ഇൻറ്റു ഡെൻസിറ്റി, ഇതാണ് മാസ്. അപ്പോൾ ഇത്രയും മാസ്സാണ് ഇതുവഴി പാസ് ചെയ്തത്. ഓക്കെ, ഇനി ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന മാസ്സാണ്. ഒരു ഓസിലേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ എനർജി പറഞ്ഞാൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയറാണ്. അപ്പോൾ ഇത് എം ആണ്. ഇനി എന്താ ഹാഫ് എം, പിന്നെന്താ ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഇതാണ് എനർജി. അപ്പോൾ ദിസ് മച്ച് ഈസ് ദ എനർജി പാസിംഗ് ത്രൂ ദിസ് ക്രോസ് സെക്ഷൻ ഇൻ എ ഷോർട്ട് ഇൻറ്റർവൽ ഓഫ് ടൈം ഡെൽറ്റ ടി. അപ്പോൾ ഈ മീഡിയത്തിലൂടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സിലിണ്ട്രിക്കൽ പോർഷൻ കൺസിഡർ ചെയ്തു. ദ ചോയ്സ് ഓഫ് ദാറ്റ് സിലിണ്ട്രിക്കൽ പോർഷൻ ഈസ് പ്യുവർലി ആർബിട്രറി. ഇതിൽ മൊത്തം വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയോ റാൻഡമായിട്ട് ഞാനൊരു ക്രോസ് സെക്ഷൻ എടുത്തു. ഓക്കെ, അതിൻ്റെ സർഫസ് ഏരിയയാണ് എസ്. ഓക്കെ, എല്ലായിടത്തും ഒരേപോലെയാണ്. അപ്പോൾ അത് എവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ഉണ്ടാവുക. ഇതാണ് ഡെൽറ്റ ടി ടൈമിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എനർജി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പവർ. സോ ദിസ് ഈസ് ദി എനർജി. ഓക്കെ, അപ്പോൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പവർ ദിസ് ഈസ് ഈക്വൽ ടു എനർജി ഡിവൈഡഡ് ബൈ ടൈം ഡെൽറ്റ ടി. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ്, പിന്നെ എന്തൊക്കെയുണ്ട്? റോ ഉണ്ട്, വി ഉണ്ട്, എസ് ഉണ്ട്, ഒമേഗ സ്ക്വയർ ഉണ്ട്, എ സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഇനി ഇൻറ്റൻസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു പവർ പെർ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓർ പവർ ബൈ ഏരിയ. സോ ദിസ് ഈസ് ഈക്വൽ ടു പവർ ഡിവൈഡ് ബൈ ഏരിയ പറഞ്ഞാൽ നമ്മൾ ആ ഏരിയ എസ് ആണ്, എസ്സിന് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ പവർ ഡിവൈഡഡ് ബൈ ഏരിയ എസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക? ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് റോ വി ഒമേഗ സ്ക്വയർ എ സ്ക്വയർ വരും. ഓക്കെ, ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ദ ഇൻറ്റൻസിറ്റി ഓഫ് എ വേവ്. ഈ ഇൻറ്റൻസിറ്റി പറഞ്ഞാൽ പവർ പെർ യൂണിറ്റ് ഏരിയ ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി മെഷേർഡ് ഇൻ വാട്ട് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റി ഐ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ്
റോ വി ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഓക്കെ, അതിൽ ഈ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π ന്യൂ ആണ്, 2π ന്യൂ. അപ്പോൾ ഒമേഗ സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ 4π സ്ക്വയർ ന്യൂ സ്ക്വയർ വരും. 4π സ്ക്വയർ ബൈ 2 പറഞ്ഞാൽ 2π സ്ക്വയർ വരും. അപ്പോൾ ഇൻറ്റൻസിറ്റി I ഈക്വൽ ടു 2π സ്ക്വയർ ന്യൂ സ്ക്വയർ എ സ്ക്വയർ റോ വി. ദിസ് ഈസ് ദി expression for the intensity of a wave of amplitude capital A, frequency nu, propagating through a medium of density rho with a constant speed v. Okay, ഈ പവറിൻ്റെ യൂണിറ്റ് വാട്ട് മീറ്റർ റേസ് ടു -2 ആണ്. ഓക്കെ, സ്പീഡ് ഓഫ് സൗണ്ട് ത്രൂ എ മീഡിയം. അതിൽ സ്പീഡ് ഓഫ് സൗണ്ട് ത്രൂ അൻ ഇലാസ്റ്റിക് മീഡിയം വി ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ ഡിവൈഡഡ് ബൈ റോ ആണ്. ഓക്കെ, അതിൽ ഇ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി മോഡ്യുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡ്യുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെൻസിറ്റി ഓഫ് ദ മീഡിയം എന്നാണ്. അപ്പോൾ ഒരു സ്റ്റീൽ റോഡിലൂടെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ മോഡ്യുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ യങ്സ് മോഡുലസാണ്. അപ്പോൾ വി ഈക്വൽ ടു റൂട്ട് ഓഫ് വൈ ഡിവൈഡഡ് ബൈ റോ വരും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റീലിൽ നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വി വരുന്നത് 5100 മീറ്റർ സെക്കൻഡ് റേസ് -1 പറയാം. ഓക്കെ, ഇനി ഈ സ്പീഡ് ഓഫ് സൗണ്ട് ത്രൂ ഒരു റോഡിലൂടെ ട്രാവൽ ചെയ്യുന്നതിന് പകരം ഒരു ബൾക്ക് മീഡിയമാണ് വിചാരിക്കുക. ഓക്കെ, ഒരു മെറ്റൽ ബൾക്ക് മീഡിയം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്പീഡ് വി ഈക്വൽ ടു റൂട്ട് ഓഫ് ബി ബൾക്ക് മോഡുലസ് പ്ലസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഡിവൈഡ് ബൈ 3 ഡിവൈഡ് ബൈ റോ വരും. സി ദിസ് ഈസ് ദ സ്പീഡ് ത്രൂ എ സോളിഡ് ബൾക്ക് മീഡിയം. സോളിഡ് ബൾക്ക് മീഡിയം. ഓക്കെ, ഇനിയിപ്പോൾ ഈ സോളിഡ് മീഡിയത്തിന് പകരം ലിക്വിഡ് ആണെന്ന് വിചാരിക്കുക. ലിക്വിഡ് ആണെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി ഇല്ല, അതായത് ഷേപ്പ് ഇല്ലല്ലോ. അങ്ങനെയാകുമ്പോൾ സ്പീഡ് ഓഫ് സൗണ്ട് ത്രൂ എ ലിക്വിഡ് ദിസ് ഈസ് ഈക്വൽ ടു ബൾക്ക് മോഡുലസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി. ഓക്കെ, ഇപ്പോൾ വാട്ടറിലെ സ്പീഡ് ഓഫ് സൗണ്ട് 1480 മീറ്റർ സെക്കൻഡ് റേസ് -1. ഓക്കെ, ഇനി നമുക്ക് ഗ്യാസസിലെ സ്പീഡ് ഓഫ് സൗണ്ട് നോക്കാം. അപ്പോൾ ഗ്യാസസിൽ ഈ വി ഈക്വൽ ടു റൂട്ട് ഓഫ് ഇവിടെ നമ്മളെന്താ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, വെൻ എ സൗണ്ട് വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ എയറിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ഏരിയ എടുത്തു കഴിഞ്ഞാൽ സി ദാറ്റ് എയർ ഇൻ ദാറ്റ് ഏരിയ വിൽ ബി സബ്ജക്റ്റഡ് ടു കണ്ടിന്യൂസ് പ്രഷർ വോളിയം വേരിയേഷൻ. അതായത് കംപ്രഷൻ, റയർഫാക്ഷൻ, പിന്നെയും കംപ്രഷൻ, റയർഫാക്ഷൻ. ഈ കംപ്രഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഗെറ്റ്സ് കംപ്രസ്ഡ്, റയർഫാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഗെറ്റ്സ് എക്സ്പാൻഡഡ്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് പ്രഷർ വോളിയം വേരിയേഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് ഫോർമുല ഡിറൈവ് ചെയ്തത് ന്യൂട്ടൺ ആണ്. അപ്പോൾ ന്യൂട്ടൺ തോട്ട് ദാറ്റ് ദിസ് പ്രഷർ വോളിയം വേരിയേഷൻ ഈസ് ഐസോതേർമൽ, അതായത് പി വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അതാണ് സിമ്പിൾ ഫോം. അങ്ങനെയാണെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇത് ഡിറൈവ് ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് ഐസോതെർമൽ ബൾക്ക് മോഡുലസാണ്. അതായത് ഗ്യാസസിന് 2 ബൾക്ക് മോഡുലസ് ഉണ്ട്. ഐസോതെർമൽ ബൾക്ക് മോഡുലസും ഉണ്ട്, അതുപോലെ അഡിയാബാറ്റിക് ബൾക്ക് മോഡുലസും ഉണ്ട്. അതിൽ ഈ ഐസോതെർമൽ ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രഷറാണ്. അഡിയാബാറ്റിക് ബൾക്ക് മോഡുലസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗാമ പി ആണ്. അപ്പോൾ നമുക്ക് ബി പറഞ്ഞാൽ ബൾക്ക് മോഡുലസ്, ഐസോതെർമൽ ബൾക്ക് മോഡുലസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇറ്റ്സ് പ്രഷർ. പിന്നെ ഗ്യാസിന് അടുത്ത് അഡിയാബാറ്റിക് ബൾക്ക് മോഡുലസ് ഉണ്ട്. ഇത് ഗാമ ടൈംസ് ഇറ്റ്സ് പ്രഷറാണ് പി. ഓക്കെ, അപ്പോൾ ആദ്യം ന്യൂട്ടൺ ഫോർമുല ഡിറൈവ് ചെയ്തപ്പോൾ ന്യൂട്ടൺ വിചാരിച്ചത് ഈ പ്രഷർ വോളിയം വേരിയേഷൻ ഐസോതെർമലാണെന്നാണ്. അത് കാരണം ഇവിടെ ഐസോതെർമൽ ബൾക്ക് മോഡുലസ് വെച്ചു. ഓക്കെ, പി ഡിവൈഡഡ് ബൈ റോ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ലാപ്ലേസ് ആണ് ഈ ഫോർമുല കറക്റ്റ് ചെയ്തത്. ലാപ്ലേസ്. ഓക്കെ, അതായത്
ന്യൂട്ടൺ ഈ പ്രഷർ വോളിയം വേരിയേഷൻ ഐസോതെർമലാണ് എന്ന് വിചാരിച്ച് ഫോർമുല ഡിറൈവ് ചെയ്തു. പക്ഷേ ആക്ച്വലി ആ പ്രഷർ വോളിയം വേരിയേഷൻ ഐസോതെർമൽ അല്ല, ഇറ്റ് ഈസ് എൻ അഡിയാബാറ്റിക് പ്രോസസ്സ്. അപ്പോൾ അത് കാരണം ലാപ്ലേസ് കറക്റ്റ് ചെയ്തു. അപ്പോൾ ലാപ്ലേസ് കറക്റ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഫോർമുല ഫോർ ദ സ്പീഡ് ഓഫ് സൗണ്ട് ത്രൂ എ ഗ്യാസ് ഗാമ പി ബൈ റോ എന്നാണ്. ഓക്കെ, ഗാമ പി ബൈ റോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫോർ എൻ മോൾസ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് പി വി ഈക്വൽ ടു എൻ ആർ ടി പറയാം. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് പി വി ഈക്വൽ ടു എൻ പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്, അതിൽ മാസ് ഓഫ് ദി ഗിവൺ സാമ്പിൾ ഓഫ് ഗ്യാസ് എം വിചാരിച്ചോളൂ. ആ ഗ്യാസിൻ്റെ മോളാർ മാസ് ക്യാപിറ്റൽ എം വിചാരിച്ചോളൂ. ഇത് മാസ്, ഇത് മോളാർ മാസ് ഇൻറ്റു ആർ ഇൻറ്റു ടി. ഓക്കെ, അപ്പോൾ അവിടുന്ന് എം മാസ് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയമാണ് ക്യാപിറ്റൽ വി. അപ്പോൾ ഇവിടെ പി ഈക്വൽ ടു ഈ വിയെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ സ്മോൾ എം ഡിവൈഡഡ് ബൈ വി, പിന്നെന്താ ആർ ടി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം വരും. നോക്കൂ, എം മാസ് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയമാണ് വി. അപ്പോൾ ഇവിടെ നമുക്ക് പ്രഷർ പി ഈക്വൽ ടു ഇത് റോ ആണ്, റോ പിന്നെന്താ ടി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം വരും. ഓക്കെ, ഇവിടുന്ന് നമുക്ക് സി പി പ്രഷർ ഡിവൈഡഡ് ബൈ റോ അതെന്താ വരിക, ദിസ് ഈസ് ഈക്വൽ ടു ആർ ടി ഡിവൈഡഡ് ബൈ മോളാർ മാസ് എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് സൗണ്ട് ത്രൂ ഈ ഗ്യാസ് വി ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ പിന്നെ പി ബൈ റോയുടെ വാല്യൂ എന്താ ആർ ടി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം എന്നാണ്, വേർ എം ഈസ് ദി മോളാർ മാസ്. അതിൽ ഗാമ പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് ആണ്, ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, ടി ടെമ്പറേച്ചർ ആണ്, എം മോളാർ മാസ് ആണ്. രണ്ട് വേവ്സ് കൺസിഡർ ചെയ്തോളൂ. ഇപ്പോൾ y1 ഈക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി, y2 ഈക്വൽ ടു ബി സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഫേസ് ഡിഫറൻസ് ഫൈ ആണ്. ഓക്കെ, ഇത് ഒന്നാമത്തെ വേവിൻ്റെ ഇൻറ്റൻസിറ്റി I1 വിൽ ബി ഈക്വൽ ടു കെ എ സ്ക്വയർ, രണ്ടാമത്തെ വേവിൻ്റെ ഇൻറ്റൻസിറ്റി I2 ഈക്വൽ ടു കെ ബി സ്ക്വയർ. ഈ രണ്ട് വേവ്സും കൊഹറൻറ്റ് വേവ്സ് ആണ്. അപ്പോൾ രണ്ടിനും ഒരേ ഫ്രീക്വൻസി ഒരേ വേവ് ലെങ്ത് ഒക്കെയാണ്, വ്യത്യാസം വരുന്ന ആംപ്ലിറ്റ്യൂഡ് മാത്രമാണ്. ദേ ആർ പ്രൊപ്പഗേറ്റിംഗ് ത്രൂ ആൻ ഐസോട്രോപിക് മീഡിയം. ഓക്കെ, അപ്പോൾ ഇത് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് I1 ഡിവൈഡഡ് ബൈ I2 ദിസ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ വരും. ആൻഡ് ദിസ് ഇംപ്ലൈസ് എ ഡിവൈഡഡ് ബൈ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് I1 ഡിവൈഡഡ് ബൈ I2 വരും. ഇനി ഇത് രണ്ടും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ y ഈക്വൽ ടു y1 പ്ലസ് y2 ആണ്. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പാരലലോഗ്രാം ലോ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് കാണുകയാണ് വിചാരിക്കുക. ഇതിൻ്റെ ലെങ്ത്ത് എ വരും, ഇതിൻ്റെ ലെങ്ത്ത് ബി വരും. ഓക്കെ, അപ്പോൾ ഇത് തന്നെ പാരലായിട്ട് ഇവിടെ വരച്ചു, ഇത് തന്നെ പാരലായിട്ട് ഇവിടെ വരച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് വരുന്നത് റിസൾട്ടൻ്റ് ഇങ്ങനെ വരും. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ വിചാരിച്ചോളൂ. ഇത് രണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഫൈ ആണ്. ഇതെന്താ, ഇത് ഡെൽറ്റയാണ്. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ടൻ്റെ y ഈക്വൽ ടു ഇതെന്താ വരിക, y ഈക്വൽ ടു ക്യാപിറ്റൽ എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. ഇതിൻ്റെ ഫേസാണ് കെ എക്സ് മൈനസ് ഒമേഗ ടി, അതിനേക്കാൾ ഡെൽറ്റ കൂടുതലാണ്. അപ്പോൾ ഇത് പ്ലസ് ഡെൽറ്റ വരും. ഇതാണ് റിസൾട്ടൻ്റ് വേവ്. ഇനി ആ റിസൾട്ടൻ്റ് വേവ് ഈ രണ്ട് വേവും കൂടെ ഒരേ സമയം മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന റിസൾട്ടൻ്റ് വേവാണ് ഇത്. അവിടുത്തെ ഇൻറ്റൻസിറ്റി റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കെ എ സ്ക്വയർ ആണ്, കെ എ സ്ക്വയർ. ഓക്കെ, നമ്മളിവിടെ എന്താ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് എയുടെ സ്ക്വയർ എന്താ, ദിസ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് ഫൈ. നമ്മൾ വെക്ടേഴ്സിൽ റിസൾട്ടൻ്റ് മാഗ്നിറ്റ്യൂഡ് കാണുന്ന പോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ I ഈക്വൽ ടു കെ എ സ്ക്വയർ വരും. അതായത് കെ കൊണ്ട് ഇതിനെ എല്ലാ ടേമിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ I ഈക്വൽ ടു എന്താ വരിക, കെ എ സ്ക്വയർ പ്ലസ് കെ ബി സ്ക്വയർ പ്ലസ് 2kab റൈറ്റ്, കോസ് ഫൈ വരും, കോസ് ഫൈ. ഓക്കെ,
അതിൽ സോ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി ഐ ഈക്വൽ ടു കെ എ സ്ക്വയർ പറഞ്ഞാൽ I1 പ്ലസ് കെ ബി സ്ക്വയർ പറഞ്ഞാൽ I2 പ്ലസ് നോക്കൂ ഈ I1 I2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കെ സ്ക്വയർ എ സ്ക്വയർ ബി സ്ക്വയർ. ഓക്കെ, അപ്പോൾ റൂട്ട് I1 I2 പറഞ്ഞാൽ കെ എ ബി വരും. അപ്പോൾ ഇവിടുന്ന് 2 എടുത്തു, ബാക്കി എന്താ കെ എ ബി പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് I1 I2 പിന്നെ എന്ത് വരും, പിന്നെ cos 5 വരും, cos 5. ഓക്കെ, ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ദ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി വെൻ two waves of intensities I1 and I2 meet at a point and their phase difference is phi. Okay, ഇനി നമുക്ക് ഈ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി I is maximum, okay, when cos phi equal to 1, positive 1 plus 1. Okay, അപ്പോൾ നമുക്ക് എന്ത് പറയാം, I max equal to I1 plus I2 plus 2 root I1 I2. Okay, and this is equal to root of I1 plus root of I2 whole square വരും. ഓക്കെ, ഇത് സംഭവിക്കണമെങ്കിൽ cos phi 1 ആവണം. അപ്പോൾ phi എന്താ, phi ഈക്വൽ ടു n ഇൻറ്റു 2π ആവണം. ഓക്കെ, അതിൽ ആ n ക്യാൻ ബി 0 or 1 or 2 or any integer. ഇനി ഫേസ് ഡിഫറൻസ് n ഇൻറ്റു 2π പറഞ്ഞാൽ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2π. അപ്പോൾ പാത്ത് ഡിഫറൻസ് x ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ 2π ഇൻറ്റു ഫേസ് ഡിഫറൻസ് ദാ. ഓക്കെ, അതായത് ലാംഡ ഡിവൈഡ് ബൈ 2π ഇൻറ്റു n ഇൻറ്റു 2π. ഓക്കെ, അതാണ് ഫൈയുടെ വാല്യൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, n ലാംഡ കിട്ടും, n ലാംഡ. അപ്പോൾ മാത്രമാണ് ഇൻറ്റൻസിറ്റി മാക്സിമം ആവുക. അതായത് ഒരേ സമയം മീഡിയത്തിൽ ഒരു പോയിന്റിലെത്തുന്ന രണ്ട് വേവ്സിൻ്റെ പാത്ത് ഡിഫറൻസ് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ആവുക, അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2π ആവുക. ഇത് രണ്ടും ഒരേ കണ്ടീഷനാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി മാക്സിമം ആവും. അതിന് നമ്മൾ പറയുക കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്നാണ് പറയുക. ഓക്കെ, ഇനി ഇവിടെ ഇൻറ്റൻസിറ്റി I is minimum when cos phi equal to -1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, I minimum this is equal to I1 plus I2 minus 2 root I1 I2 വരും. or this is equal to root I1 minus root I2 whole square വരും. root I1 minus root I2 whole square. ഓക്കെ, ഇത് സംഭവിക്കണമെങ്കിൽ ഈ cos phi -1 ആവണമെങ്കിൽ phi must be odd multiple of pi, 2n minus 1 pi. ഓക്കെ, ഇനി അപ്പോൾ കറസ്പോണ്ടിങ് പാത്ത് ഡിഫറൻസ് നമുക്ക് x ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ 2π. ഓക്കെ, ഇൻറ്റു ഫേസ് ഡിഫറൻസ് phi. ദിസ് ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ 2π ഇൻറ്റു ഇവിടെ എന്താ 2n മൈനസ് 1 ഇൻറ്റു പൈ വരും. അതായത് പാത്ത് ഡിഫറൻസ് x ഈസ് ഈക്വൽ ടു 2n മൈനസ് 1 ഇൻറ്റു ലാംഡ ബൈ 2. അപ്പോൾ പാത്ത് ഡിഫറൻസ് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ബൈ 2 ഓർ ദ ഫേസ് ഡിഫറൻസ് ഈസ് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ. അങ്ങനെയാവുമ്പോൾ ഇൻറ്റൻസിറ്റി മിനിമം ആവും. അതിനെ നമ്മൾ പറയുക ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്നാണ് പറയുക. ഓക്കെ, ഇവിടെ നമ്മൾ ratio of the maximum intensity to the minimum intensity. This is equal to root I1 plus root I2 divided by root I1 minus root I2 whole square വരും. Okay, or this is equal to നമുക്ക് എന്ത് എഴുതാം, ഇതിന് root of I1 divided by I2 plus 1 root of I1 divided by I2 minus 1 whole square വരും. ഓക്കെ, ഇവിടെ നമുക്ക് I max divided by I minimum this is equal to ഓക്കെ, ഇവിടെ എന്താ റൂട്ട് I1 ഡിവൈഡ് ബൈ റൂട്ട് I2 പറഞ്ഞാൽ
a by b plus 1 a by b minus 1 whole square, or this is equal to a plus b divided by a minus b whole square വരും. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമുക്ക് സി എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി, ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഐ മാക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഐ മിനിമം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആ റേഷ്യോ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ്സ് എ ബൈ ബി, ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഐ മാക്സ് പ്ലസ് root I minimum divided by root I max minus root I minimum. Okay, or this A by B, this can also be written as I max divided by I minimum plus 1 I max divided by I minimum minus 1. Okay, that gives the ratio of the amplitudes of the two waves. The speed of propagation of a wave through a gas നമുക്ക് എന്താ കിട്ടിയത്? V equal to root of gamma r t divided by capital M. Okay, അപ്പോൾ 0 ഡിഗ്രിയിൽ എയറിലെ സ്പീഡ് ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ 331 meter second raised to minus 1 velocity or speed of sound through air. അതിൽ ഫോർ എ ഗിവൺ ഗ്യാസ് ഇവിടെ എന്താ സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഈ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എക്സ്പ്രസ്ഡ് ഇൻ കെൽവിൻ. സി സ്പീഡ് ഈസ് ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് സപ്പോസ് 0 ഡിഗ്രി സെൽഷ്യസിലെ സ്പീഡ് ഓഫ് സൗണ്ട് 331 ആണ്, ആൻഡ് ടി ഡിഗ്രി സെൽഷ്യസിലെ സ്പീഡ് വി വിത്ത് സഫിക്സ് ടി വിചാരിച്ചോളൂ, വി വിത്ത് സഫിക്സ് ടി അറ്റ് ടി ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്ക് ഇവിടെ വെലോസിറ്റി അറ്റ് ടി ഡിഗ്രി സെൽഷ്യസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ നമ്മൾ എന്താ ഇപ്പോൾ v1/v2 എന്നാണെങ്കിൽ റൂട്ട് ഓഫ് T1/T2 എന്നാണ് കൊടുക്കണ്ടേ. ഓക്കെ, അപ്പോൾ ഈ ടി എന്ന് പറയുന്നത് കെൽവിനിലാവണം. അതായത് ടി ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനാക്കാൻ നമുക്ക് 273 പ്ലസ് ടി വരും. ഓക്കെ, അതേപോലെ 0 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനാക്കാൻ 273 വരും. ഓർ ദിസ് ഈസ് ഈക്വൽ ടു 273/273 1 ആണ്. പിന്നെ അടുത്ത എത്ര വരും? ടി ഡിവൈഡഡ് ബൈ 273, പിന്നെന്താ റൂട്ട് എന്ന് പറഞ്ഞാൽ റേസ് ടു ഹാഫ് ആണ്, റേസ് ടു ഹാഫ്. ഓക്കെ, അപ്പോൾ ഈ ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് നമ്മൾ ഇത് ബൈനോമിയൽ എക്സ്പാൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ 1 + x ഹോൾ റേസ് ടു n, ദിസ് ഈസ് ഈക്വൽ ടു 1 + nx. ഓക്കെ, പിന്നെ അടുത്ത ടേം n × n - 1 x² ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. അടുത്തതിനകത്ത് 3 ഫാക്ടേഴ്സ് വരും, n - 1 n - 2 x³ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. അങ്ങനെ അങ്ങ് പോവുക. അതിൽ ഈ എക്സിന് പകരം ഇവിടെ കിടക്കുന്നത് ടി ഡിവൈഡ് ബൈ 273 ആണ്. ഓക്കെ, നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ടി ഈസ് ലെസ് ദാൻ 273 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ ടെമ്പറേച്ചറിൻ്റെ കേസ് മാത്രമേ നമ്മളിവിടെ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ 0.1 ഡിഗ്രി, 0.5 ഡിഗ്രി, 1 ഡിഗ്രി, 2 ഡിഗ്രി അങ്ങനെയൊക്കെ. ഓക്കെ, ചെറിയ ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ ടി മച്ച് ലെസ് ദാൻ 273, അപ്പോൾ T/273 വിൽ ബി മച്ച് സ്മോളർ ദാൻ 1. ഓക്കെ, അപ്പോൾ എക്സിന് പകരം കിടക്കുന്നത് T/273 ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു 1. ഓക്കെ, സി T/273 itself ഈസ് വെരി സ്മോൾ. സോ ദ ടേംസ് കണ്ടെയ്നിങ് ഹയർ പവേഴ്സ് ഓഫ് ഇറ്റ്, അതായത് ഈ T/273 സ്ക്വയർ ക്യൂബൊക്കെ വീണ്ടും ചെറുതാവുക. അപ്പോൾ അതൊക്കെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. തൽക്കാലം ഞാൻ ഈ ഫസ്റ്റ് രണ്ട് ടേംസ് മാത്രമേ ഇതിനകത്ത് എടുക്കുന്നുള്ളൂ, അതായത് ഇത് മാത്രം ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക? വെലോസിറ്റി അറ്റ് ടി ഡിഗ്രി സെൽഷ്യസ്, വെലോസിറ്റി അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്, ദിസ് ഈസ് ഈക്വൽ ടു 1 + nx എന്നാണ്. എന്നിന് പകരം എത്രയാ? 1/2. എക്സിന് പകരം എത്രയാ? T/273 വരും. ഇങ്ങനെ വരും.
Okay, and this is equal to C, or let us say V with the suffix T equal to V with the suffix 0 plus V with the suffix 0 divided by 5, 4, 6 vary, 5, 4, 6. Okay, or this is equal to V0 plus ഈ V0 ഉണ്ടല്ലോ ഇത്, അതിന് മാത്രം ഞാൻ വാല്യൂ കൊടുക്കുകയാണ് 331. ഓക്കെ, ഡിവൈഡഡ് ബൈ 5, 4, 6 T വരും. ഓക്കെ, അപ്പോൾ 331 ഡിവൈഡഡ് ബൈ 5, 4, 6 546 ചെയ്ത് കഴിഞ്ഞാൽ അത് 0.61 എന്നാണ് കിട്ടുക. അപ്പോൾ വെലോസിറ്റി അറ്റ് T ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു വെലോസിറ്റി അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 0.61 ഇൻറ്റു ടി എന്ന് വരും. 0.61 ഇൻറ്റു ടി. ഓക്കെ, ഇതാണ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ. അതായത് 1 ഡിഗ്രി ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഒരു 0.61 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കൂടും. അപ്പോൾ നിയർ 0 ഡിഗ്രി സെൽഷ്യസ് ഫോർ എവരി ഡിഗ്രി റേസ് ഓഫ് ടെമ്പറേച്ചർ സ്പീഡ് ഓഫ് സൗണ്ട് ത്രൂ എയർ വിൽ ഇൻക്രീസ് ബൈ 0.61 മീറ്റർ പെർ സെക്കൻഡ്. ഓരോ ഡിഗ്രി കൂടുമ്പോഴും ഒരു 0.61 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കൂടും. ബട്ട് ദിസ് ഈസ് വാലിഡ് ഓൺലി വെൻ T ഈസ് മച്ച് സ്മോളർ ദാൻ 273. അപ്പോൾ 273 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ ടെമ്പറേച്ചറിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ വാട്ട് ആർ ദ അതർ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ സ്പീഡ് ഓഫ് സൗണ്ട് ത്രൂ എയർ വിൽ ഡിപ്പെൻഡ്സ്. അപ്പോൾ നമുക്ക് ഒന്ന് പിന്നെ ഇപ്പോൾ സാധാരണ പ്രഷർ വെച്ച് എങ്ങനെ വേരി ചെയ്യും എന്നുള്ളത് നോക്കാം. അതിൽ V ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ പി ഡിവൈഡഡ് ബൈ റോ എന്നാണ്. ഈ പ്രഷർ കൂടണമെങ്കിൽ ഗ്യാസിനെ കംപ്രസ് ചെയ്യണം. അപ്പോൾ ഗ്യാസ് കംപ്രസ്ഡ് ആവുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റിയും കൂടും. അതായത് പ്രഷർ ഡബിൾ ആവുമ്പോൾ ഡെൻസിറ്റിയും ഡബിൾ ആവും. അതായത് ഇവിടെ 2P എന്ന് വരുമ്പോഴോ ഇവിടെ 2 റോ എന്ന് വരും, 2 കട്ടാവും. വെൻ ദ പ്രഷർ ബിക്കംസ് ഹാഫ് ഡെൻസിറ്റി ഓൾസോ വിൽ ബിക്കം ഹാഫ്. അപ്പോൾ ഇവിടെ P വരുന്നുണ്ടെങ്കിലും എന്താ ആക്ച്വലി ദ സ്പീഡ് ഓഫ് സൗണ്ട് ത്രൂ എ ഗ്യാസ് ഓർ ത്രൂ എയർ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ പറയാം. ബട്ട് ദ സ്പീഡ് ഓഫ് സൗണ്ട് ത്രൂ എയർ ഡിപ്പെൻഡ്സ് ഓൺ ഹ്യൂമിഡിറ്റി. ഈ ഹ്യൂമിഡിറ്റി പറഞ്ഞാൽ വാട്ടർ വേപ്പർ എയറിലുണ്ട്. അപ്പോൾ ഈ ഹ്യൂമിഡ് എയർ, അതായത് വാട്ടർ വേപ്പർ ഉള്ള എയറിന് ഡെൻസിറ്റി കുറവാണ് കമ്പയർ ടു ഡ്രൈ എയർ. ഓക്കെ, അപ്പോൾ ഈ ഹ്യൂമിഡ് എയറിൽ ഡെൻസിറ്റി കുറയുമ്പോഴെന്താ സ്പീഡ് ഓഫ് സൗണ്ട് വിൽ ബി മോർ. Or let us say sound travel faster through humid air because the density of humid air is smaller compared to dry air. Okay, പിന്നെ നമുക്ക് ഗ്യാസിലൂടെ വേവ് ഓർ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് റൂട്ട് ഓഫ് ഗാമ ആർ ടി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. അതിൽ എം എന്ന് പറഞ്ഞാൽ മോളാർ മാസ്. ഓരോ ഗ്യാസിനും മോളാർ മാസ് ഡിഫറെൻ്റ് ആവും. ഓക്കെ, അപ്പോൾ അതിൽ മോളാർ മാസ് കിടക്കുന്നത് ഈ സ്പീഡിൻ്റെ എക്സ്പ്രഷൻ്റെ ഡിനോമിനേറ്ററില്ല. അതായത് മോളാർ മാസ് കൂടുമ്പോൾ സ്പീഡ് കുറയും. വെൻ ദ മോളാർ മാസ് ഈസ് മിനിമം സ്പീഡ് വിൽ ബി മാക്സിമം. അപ്പോൾ സൗണ്ട് ട്രാവൽസ് വിത്ത് മാക്സിമം സ്പീഡ് ഇൻ എ ഗ്യാസ് ഫോർ വിച്ച് ദ മോളാർ മാസ് വിൽ ബി മിനിമം, ദാറ്റ് ഈസ് ദ ഹൈഡ്രജൻ. അപ്പോൾ ഈ ഹൈഡ്രജനിലാണ് സൗണ്ട് മാക്സിമം സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ത്രൂ ഹൈഡ്രജൻ okay at normal temperature and pressure at NTP. Okay, speed V equal to 1270 meter second raised to minus 1 ആണ്. 1270 meter second raised to minus 1, that is the speed. ഹൈഡ്രജൻ ആണ് മോളാർ മാസ് മിനിമം ആയിട്ടുള്ളത്. അപ്പോൾ അത് കാരണം ഹൈഡ്രജനിലാണ് ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ സൗണ്ട് മാക്സിമം സ്പീഡിൽ ട്രാവൽ ചെയ്യുക. സൗണ്ടിനെ കുറിച്ചുള്ള സ്റ്റഡീസിനെയാണ് നമ്മൾ അക്വസ്റ്റിക്സ് പറയുന്നത്. അക്വസ്റ്റിക്സ് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു മിനിമം ഇൻറ്റൻസിറ്റി ഉണ്ട്. അതിന് നമ്മൾ മിനിമം ഓഡിബിൾ ഇൻറ്റൻസിറ്റി പറയും. ആ മിനിമം ഓഡിബിൾ ഇൻറ്റൻസിറ്റി യൂഷ്വലി റെപ്രസെൻ്റ് ചെയ്യുന്ന I0 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 10 raised to minus 12 watt meter raised to minus 2 watt per meter square. ഓക്കെ, സാധാരണ നമ്മൾ ഈ ഓഡിബിൾ സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി പറയുന്നത് ഡെസിബല്ല. അത് ആക്ച്വലി ഇൻറ്റൻസിറ്റി അല്ല, ഇൻറ്റൻസിറ്റി ലെവലാണ്. അപ്പോൾ ഐ ഇൻറ്റൻസിറ്റി ഉള്ള
ഒരു സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി ലെവൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എം വെച്ചിട്ടാണ്. എം. ഓക്കെ, എം ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് ഐ ഡിവൈഡഡ് ബൈ I0. ഇതാണ് ഇൻറ്റൻസിറ്റി ലെവൽ ഓഫ് എ സൗണ്ട് ഓഫ് ഇൻറ്റൻസിറ്റി ക്യാപിറ്റൽ ഐ. ഈ ഇൻറ്റൻസിറ്റി ലെവൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബെല്ലിലാണ്. അതാണ് അതിൻ്റെ യൂണിറ്റ്. ഓക്കെ, ഒരു മീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ 10 ഡെസിമീറ്ററാണ്. അതേപോലെ ഒരു ബെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഡെസിബലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ബെൽ എന്ന് പറഞ്ഞാൽ ഇൻറ്റു 10 ഡെസിബലാവും. ഡെസിബലിലാവുമ്പോൾ നമ്മൾ ആ ഇൻറ്റൻസിറ്റി ലെവൽ എമ്മിന് പകരം എൻ വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ എൻ ഈക്വൽ ടു ഇത് ബെല്ലാണ്, അതിന് ഡെസിബലാക്കാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 10 ലോഗ് ഐ ഡിവൈഡഡ് ബൈ I0. ഇത്രയും ഡെസിബല. ഡെസിബൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ദിസ് ഈസ് ദ ഇൻറ്റൻസിറ്റി ലെവൽ ഓഫ് എ സൗണ്ട് ഓഫ് ഇൻറ്റൻസിറ്റി ക്യാപിറ്റൽ ഐ. അതിൽ I0 പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഓഡിബിൾ ഇൻറ്റൻസിറ്റിയാണ്. അത് 10⁻⁻12 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇനി ഒരു ഐസോട്രോപ്പിക് മീഡിയം. ഐസോട്രോപ്പിക് മീഡിയം പറഞ്ഞാൽ ആ മീഡിയത്തിലെ എല്ലാ ഡിറക്ഷനിലും ഒരേ പ്രോപ്പർട്ടി ആവും. അതായത് ഒരേ സ്പീഡിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യും, ഒരേ ഡെൻസിറ്റി ആവും ഏത് ഡിറക്ഷനിൽ പോയി കഴിഞ്ഞാലും. ഓക്കെ, അങ്ങനെയുള്ള ഒരു വേവിൽ ഇൻറ്റൻസിറ്റി വിൽ ബി ഡിറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് I1 ഡിവൈഡഡ് ബൈ I2. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് A1 ഡിവൈഡഡ് ബൈ A2 ഹോൾ സ്ക്വയർ പറയാം. I1 ബൈ I2. ഓക്കെ, ഇവിടെ നമുക്ക് N1 ഈക്വൽ ടു 10 ലോഗ് I1 ഡിവൈഡഡ് ബൈ I0 പറയാം. ഓക്കെ, ആൻഡ് N2 ദിസ് ഈസ് ഈക്വൽ ടു 10 ലോഗ് I2 ഡിവൈഡഡ് ബൈ I0 പറയാം. 10 ലോഗ് I2 ബൈ I0 പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ N1 മൈനസ് N2. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 10. പിന്നെന്താ വരിക? ലോഗ് I1 ബൈ I0 മൈനസ് ലോഗ് I2 ബൈ I0 എന്നാണ് ഈ ബ്രാക്കറ്റിനകത്ത് വരിക. ഓക്കെ, ലോഗ് എ മൈനസ് ലോഗ് ബി പറഞ്ഞാൽ ലോഗ് എ ബൈ ബി എന്നാണ്. അപ്പോൾ ലോഗ് I1 ബൈ I0 മൈനസ് ലോഗ് I2 ബൈ I0 പറഞ്ഞാൽ ലോഗ് I1 ബൈ I0 ഡിവൈഡഡ് ബൈ I2 ബൈ I0 വരും. അതായത് ഇവിടെ ലോഗ് I1 ബൈ I0 മൈനസ് ലോഗ് I2 ബൈ I0 ആണ് ഇവിടെ വരേണ്ടത്. ലോഗ് എ മൈനസ് ലോഗ് ബി, അത് ലോഗ് എ ബൈ ബി എന്നാണ്. അതായത് ഇവിടെ നമുക്ക് കിട്ടുക 10 ലോഗ് I1 ഡിവൈഡഡ് ബൈ I2 വരും. I1 ഡിവൈഡഡ് ബൈ I2. ദിസ് ഈസ് N1 മൈനസ് N2 വരും. N1 മൈനസ് N2. ഓക്കെ, ഈ I1 ഡിവൈഡഡ് ബൈ I2 പറഞ്ഞാൽ A1 ബൈ A2 ഹോൾ സ്ക്വയർ ആണ്. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നമുക്ക് I1 ബൈ I2 എന്താ? ഇപ്പോൾ N1 മൈനസ് N2 ഡിവൈഡഡ് ബൈ 10. ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് I1 ഡിവൈഡഡ് ബൈ I2 വരും. I1 ബൈ I2. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് I1 ഡിവൈഡഡ് ബൈ I2 ദിസ് ഈസ് ഈക്വൽ ടു 10 റേസ് ടു ഓക്കെ N1 മൈനസ് N2 ഡിവൈഡഡ് ബൈ 10. ഓക്കെ, അത് 10ൻ്റെ പവറാണ്, മൊത്തത്തിൽ കിടക്കുന്നത് 10ൻ്റെ പവറാണ്. ഓക്കെ, ഇങ്ങനെ വരും. ഇവിടുന്ന് നിങ്ങൾക്ക് I1 ബൈ I2. അപ്പോൾ നമുക്ക് ഈ I1 ഡിവൈഡ് ബൈ I2 പറഞ്ഞാൽ A1 ഡിവൈഡ് ബൈ A2 ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 10 റേസ് ടു N1 മൈനസ് N2 ഡിവൈഡഡ് ബൈ 10 വരും. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ്സ് A1 ഡിവൈഡഡ് ബൈ A2 ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ലെഫ്റ്റിൽ നമ്മൾ റൂട്ട് എടുക്കുമ്പോൾ റൈറ്റിലും റൂട്ട് എടുക്കണം. റൂട്ട് എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ റേസ് ടു ഹാഫ് എടുക്കുക എന്നാണ്. അതായത് ഇത് ഹോൾ റേസ് ടു ഹാഫ് എന്ന് വരും. ഓക്കെ, എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ പറഞ്ഞാൽ എ റേസ് ടു എം എന്നാണ്. അപ്പോൾ ഇത് ഹോൾ റേസ് ടു 1/2 പറഞ്ഞാൽ ഇതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പവറിനെ. അതായത് ഇങ്ങനെ വരും 10 റേസ് ടു
ഓക്കെ, ഇത് 20 ആവും, മേലെ n1 മൈനസ് n2. ഓക്കെ, n1 മൈനസ് n2. സോ ദിസ് ഈസ് ദ റേഷ്യോ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് ടു വേവ്സ് ഓഫ് ദ സെയിം ഫ്രീക്വൻസി propagating through an isotropic medium. ഓക്കെ, അപ്പോൾ ഈ A1/A2 ഈക്വൽ ടു n1 മൈനസ് n2 ഡിവൈഡ് ബൈ 20 ആണ്, where n1 and n2 are the intensity levels of the two waves in decibels. Okay,